Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC കാറ്റഗറി നമ്പർ 363 2025 അക്കൗണ്ടന്റ് ജൂനിയർ അക്കൗണ്ടന്റ് പോസ്റ്റിലോട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. സോ നമ്മൾ ഇതിന്റെ മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മൊഡ്യൂളിലെയും ഓരോ പാർട്ടിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്, ഏത് രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നമുക്ക് 10 മാർക്കിൽ മെജോറിറ്റി മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യണ്ടേ. നമുക്ക് ലിസ്റ്റിൽ ഉൾപ്പെടണമെങ്കിൽ 10 മാർക്സിൽ ഓരോ മൊഡ്യൂളിൽ നിന്നൊരു 7 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ മൊഡ്യൂൾ വൈസ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ് ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മൾ ഈ ഒരു പോസ്റ്റിന്റെ കോച്ചിങ് ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാനുള്ള. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. 10 മാർക്ക് നമുക്ക് ലഭിക്കുന്നു. മാനേജറിയൽ എക്കണോമിക്സ് ആണ്. നമ്മൾ ഡിഗ്രി ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിലെ പക്ക ബേസ് കുറച്ച് ഏരിയ മാത്രമാണ് നമുക്കിവിടെ സിലബസിലുള്ളൂ. നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 10ൽ 10ഉം സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബട്ട് മാനേജറിയൽ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറുണ്ട്. പല പേപ്പറുകളിലും 10 ചോദ്യങ്ങളിൽ 10ഉം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ കാണുന്ന ഒരു മൊഡ്യൂളാണ് മാനേജറിയൽ എക്കണോമിക്സ്. ഡയറക്റ്റ് ചോദ്യങ്ങൾ വളരെ കുറവാണ് ഇതിൽ നിന്ന് വരാറ്. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്കോപ്പ് കൂടിയുള്ള ഒരു സബ്ജക്റ്റാണ് മാനേജറിയൽ എക്കണോമിക്സ്. അതുകൊണ്ട് തന്നെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ടോട്ടൽ 10 മാർക്സിൻ്റെ ഒരു അലോക്കേഷനിലോട്ട് കിടക്കാം. പലപ്പോഴും കണ്ടുവരുന്നൊരു അലോക്കേഷൻ, അതിലാദ്യം ഡിമാൻഡ് എസ്റ്റിമേഷൻ. ഡിമാൻഡ് ബേസിക്സിൽ നിന്ന് സാധാരണ ഇപ്പം ഡിമാൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 2 ചോദ്യങ്ങൾ എപ്പോഴും വരാറുള്ളതാണ്. 2 മാർക്സ് ആണ് ഞാൻ ഡിമാൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഡിമാൻഡ് എസ്റ്റിമേഷനെ പറ്റിയിട്ടുള്ള ഒരു ചോദ്യവും വരാറുണ്ട്. ദെൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങളാണ് കണ്ടുവരാറ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ കൺസെപ്റ്റ്സ്, അതിൻ്റെ പല മെത്തേഡുകൾ, ഇതൊക്കെ നല്ല രീതിയിൽ നോക്കി വയ്ക്കണം. 2 മാർക്സ് അതിൽ നിന്ന് വരാറുണ്ട്. പിന്നെ പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെൻറ്റ് ഇതിലുള്ളത് തന്നെയാണ്. അതൊക്കെ കൂടിയിട്ട് ഒരു ചോദ്യം സെപ്പറേറ്റും നമ്മൾ കാണാറുണ്ട്. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ടൈപ്പ് ചോദ്യം ഒരെണ്ണം കണ്ടുവരാറുണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് തിയറി ഓഫ് പ്രൊഡക്ഷൻ ആണ്. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് കണ്ടുവന്നിട്ടുണ്ട്, റിപ്പീറ്റ് ആണ്. ദെൻ പ്രൈസിങ് പോളിസി ആണ് നെക്സ്റ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പെനട്രേഷൻ, അതുപോലെ തന്നെ സ്കിമ്മിങ്, ആ ഏരിയാസിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ചോദ്യം, കൺസെപ്റ്റ് എപ്പോഴും നന്നായിട്ട് പഠിക്കണം. ഒരു ചോദ്യം അതിൽ നിന്ന് വരും. ബിസിനസ് സൈക്കിളിൽ നിന്നൊരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. നിർബന്ധമായും നല്ല രീതിയിൽ മനസ്സിലാക്കുക. സോ അങ്ങനെ 2, 4, 6, 7, 8, 9, 10 ഈ രീതിയിലാണ് കണ്ടുവരുന്നത്. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ നിന്നും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് പലപ്പോഴും വരാറ് കേട്ടോ. ഇലാസ്റ്റിസിറ്റി പിന്നെ ഈ ഒരു ഏരിയയും കൂടി മിക്സ് ചെയ്തിട്ട്. സോ ഇതാണ് ഇതിൻ്റെ അലോക്കേഷൻ വരുന്നത്. ഇനി ഇത് പഠിക്കേണ്ട ഒരു ഓർഡർ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ഒന്ന് കാണാം. നിങ്ങൾക്കാണെങ്കിലും ഡിമാൻഡിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതായിരിക്കും. ദെൻ അതിൻ്റെ കൂടെ പറയാനുള്ളത്, ഇതിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലോട്ട് വല്ലാണ്ട് കയറി പോകണമെന്ന് ഞാൻ പറയില്ല. ബേസിക്സ് നോക്കുക, അതിൻ്റെ അസംഷൻസ്, തിയറികൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് കൂടുതൽ കിടക്കുക. ജസ്റ്റ് ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻസ്, അവരുടെ അസംഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഡിമാൻഡ് എസ്റ്റിമേഷൻ എന്താണ്, അതിനെപ്പറ്റിയുള്ള കൺസെപ്റ്റ്, ഡിമാൻഡിൻ്റെ ബേസിക് തിയറി, പല ആൾക്കാരുടെയും പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ മെത്തേഡും മറ്റു കാര്യങ്ങളും, അതിൽ പ്രൈസ്, ഇൻകം, അഡ്വർടൈസ്മെൻറ്റ്, അതിൽ പ്രൈസാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ തന്നെയാണ് ഇതിൽ നമുക്ക് ഈ ഏരിയ തന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത് നോക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് പ്രൈസിങ് പോളിസി നന്നായിട്ട് നോക്കാം, ബിസിനസ് സൈക്കിൾ നോക്കാം, അവസാനം പ്രൊഡക്ഷൻ്റെ ഏരിയയിലോട്ട് കടന്നാൽ മതി. പലപ്പോഴും പ്രൊഡക്ഷനിൽ ഒരുപാട് ടെക്നിക്കൽ ടൈംസ് ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അതൊരു കുറച്ച് ടഫസ്റ്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ ആണ് സാധാരണ എക്കണോമിക്സിൽ 10 കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ളത് വരാറ്. കുട്ടികൾക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നുന്നത്, കൺഫ്യൂസ്ഡ് ആക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും പ്രൊഡക്ഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വരാറ്. ഡിമാൻഡ് പലപ്പോഴും അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, പിന്നെ ബിസിനസ് സൈക്കിളൊന്നും കൊളാക്കി വെക്കരുത്, അതിൻ്റെ കൺസെപ്റ്റൊക്കെ നന്നായിട്ട് നോക്കണം. അപ്പോൾ പലപ്പോഴും 10 ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഏരിയ ആണ് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ്റെ ഏരിയ. ഡിമാൻഡും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഒരു 3-4 മാർക്ക് ആദ്യത്തെ ഏരിയയിൽ നിന്ന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. ബാക്കിയുള്ള ഏരിയ പിന്നെ പ്രൈസിങ്ങിൻ്റെ ഒരു 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് വിചാരിച്ചാൽ പിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിയുള്ള ഏരിയയാണ് കുറച്ചധികം ടഫസ്റ്റ് ആയിട്ട് വരുന്നത്. അതിൽ പ്രൊഡക്ഷൻ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടാക്കി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അലോക്കേഷനാണ് മാനേജറിയൽ എക്കണോമിക്സിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ സിലബസ് മാത്രം ഇതിലെന്താണോ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം നന്നായിട്ട് നോക്കുക. പുഷ്പം പോലെ ആ മാർക്ക് നമ്മുടെ കയ്യിലോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് 6ാമത്തെ മൊഡ്യൂൾ കമ്പനി ലോ ആണ്. നമ്മുടെ 10 മൊഡ്യൂളിലെ തിയറി ഏരിയയിലെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന മൊഡ്യൂൾ വൈസ് അനാലിസിസ് നല്ല രീതിയിൽ മനസ്സിലാക്കി ഏതൊക്കെ ഏരിയയിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് മനസ്സിലാക്കി പഠിക്കുക. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.